സ്വാഗതം. ഇലക്ഷൻ സ്പെഷ്യൽ ഉറക്കെ ഉച്ചത്തിൽ കണ്ണൂരിലാണ് നാം ഇപ്പോൾ. ഇരുമുന്നണികളെയും മാറി മാറി അനുഗ്രഹിച്ചിട്ടുള്ള കണ്ണൂർ മണ്ഡലം രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ സ്ഥിരാകേന്ദ്രം. ഈ കഴിഞ്ഞ 10 തവണത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഒരല്പം മെച്ചം അല്ലെങ്കിൽ ഒരല്പം നേട്ടം നൽകിയത് ഒരുപക്ഷെ കോൺഗ്രസിനായിരിക്കാം. നിലവിലുള്ള MP ശ്രീമതി PK ശ്രീമതി ടീച്ചർ. നമുക്ക് ചോദിക്കാം ഉറക്കെ ഉച്ചത്തിൽ. എന്താണ് പേര്? രമേശൻ, ഈ തെരഞ്ഞെടുപ്പിൽ ധാരാളം വിമർശനങ്ങൾ കോൺഗ്രസും BJPയും ഉന്നയിക്കുന്നുണ്ട് CPMനെതിരെ. അതിൽ കൊലപാതക രാഷ്ട്രീയം മുതൽ സംസ്ഥാന ഭരണത്തിനെതിരായ വിമർശനങ്ങൾ വരെ. എന്തായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിലെ അജണ്ട? എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക? കഴിഞ്ഞ 2.5 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനോപകാരപരമായിട്ടുള്ള ഭരണം, അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ മണ്ഡലത്തിലെ MP എന്ന നിലയിൽ ശ്രീമതി ടീച്ചർ ഒരു MP എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ കണ്ണൂരിന്റെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തിയത്, ആശുപത്രിയുടെ വികസനം, അതുപോലെ തന്നെ ആനക്കുളം വികസനം, അങ്ങനെ ഇവിടെയുള്ള ഒട്ടേറെ വികസനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും അജണ്ട. അതെ, ഞാൻ തിരിച്ചെത്താം. ഇവിടെ നമ്മോടൊപ്പം ശ്രീ ജോസ് ചെമ്പേരി ചേരുന്നു. നാട്ടുകാരനാണ്, കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. ശ്രീ ജോസ് ചെമ്പേരി, എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് അജണ്ട? ഇടതുപക്ഷത്തിന്റെ ഭരണനേട്ടമാണോ, MPയുടെ പ്രവർത്തനമാണോ, അതോ കേന്ദ്രത്തിൽ BJP വിരുദ്ധ ഒരു വികാരം ഇളക്കിവിടുന്നതാണോ? ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് 5 വർഷക്കാലം ഇന്ത്യയെ ഭരിച്ചു മുടിച്ച അതെല്ലാ രംഗത്തും, സാമ്പത്തിക രംഗത്ത് ഒരു 25 വർഷത്തേക്ക് ഇന്ത്യയെ പുറകോട്ട് ബോഡി ഭരണം കൊണ്ടുപോയി. വ്യവസായ രംഗത്ത് തകർന്നു, കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി, എല്ലാ രംഗത്തും വളർച്ചാ നിരക്ക് കുറഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരി ഒട്ടേറെ ജാതികളും ഉപജാതികളും എല്ലാമുള്ള ഈ ഇന്ത്യ മഹാരാജ്യം വളരെ ഐക്യത്തിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ആ ഇന്ത്യ മഹാരാജ്യത്തിലെ ഐക്യം ജാതിയുടെ പേര് പറഞ്ഞും മതത്തിന്റെ പേര് പറഞ്ഞും പശുവിന്റെ പേര് പറഞ്ഞും എല്ലാം തകർത്ത് ഒരു 100 വർഷം പുറകേക്ക് ഈ നാടിനെ കൊണ്ടുപോയി. ഞാൻ തിരിച്ചെത്താം. എന്താണ് പേര്? ആശിം. വിവിധ അജണ്ടകൾ, വിവിധ ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേന്ദ്ര ഭരണം, സംസ്ഥാന ഭരണം, പ്രളയാനന്തര കേരളം, ശബരിമല, അക്രമ രാഷ്ട്രീയം. ജനത്തെ സംബന്ധിച്ച് എന്തായിരിക്കും ഏറ്റവും വലിയ വിഷയം? ജനം എന്ത് നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുക? നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ പ്രളയം ലോകം മുഴുവനും ഉറ്റുനോക്കിയ സംഭവമായിരുന്നു. അതുപോലെ തന്നെ നിപ്പ വൈറസ്. അങ്ങനെ കേരള ഗവൺമെന്റിന് മുന്നിൽ ഒരു വലിയൊരു കീറാമുട്ടി. അതിൽ നിന്ന് ആ ഗവൺമെന്റ് വളരെ ക്രിയാത്മകമായ പ്രവർത്തനം കാഴ്ചവെച്ചു. അത് തന്നെയായിരിക്കും ജനങ്ങളുടെ മുന്നിലുള്ള. കാരണം അത് ഭരണം എങ്ങനെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഈ ഒരു ഗവൺമെൻറ്, നമ്മളെ പ്രത്യേകിച്ചിട്ട് നമ്മൾ പിണറായിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ജനങ്ങളോട് അത്രയും പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ്റാണ് എല്ലാ രീതിയിലും. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ UDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ക്ഷേമ പെൻഷനൊക്കെ നിർത്തിവെച്ചതായിരുന്നു. അത് ഞങ്ങൾ വരും, എല്ലാം ശരിയാകും, LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പം തന്നെ അടുത്ത മാസം തന്നെ എല്ലാ പെൻഷനുകളും കൊടുക്കുന്നുണ്ട്. അത് ജനങ്ങളിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കും. അതിന്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാവും. ഞാൻ തിരിച്ചെത്താം. വളരെ കൃത്യമായി ഇടതുപക്ഷം പറയുന്നു, കഴിഞ്ഞ 2.5 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിന്റെ വിലയിരുത്തലാവും. ആ ഭരണ നേട്ടങ്ങളായിരിക്കും ജനങ്ങളെ സ്വാധീനിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യുക എന്നുള്ളത്. എന്താണ് പേര്? എന്റെ പേര് ബാലചന്ദ്രൻ. ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ ഭരണഘടന തന്നെ നിലനിൽക്കണമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാരണം BJP തിരിച്ചെന്നെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണഘടന പോലും നിലനിൽക്കില്ല എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, 5 വർഷക്കാലം രാജ്യത്തിന്റെ നല്ലതിനം വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് 5 വർഷം 4.25 വർഷവും യാതൊന്നും തന്നെ ജനങ്ങൾക്ക് നൽകാതെ ഈ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ റിസർവ് ഫണ്ട് എടുത്തുകൊണ്ട് കർഷകർക്ക് 6,000 രൂപ കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളായി രംഗത്ത്. ഇലക്ഷന് മുമ്പേ അക്കൗണ്ട് എത്തും. ആ ഇലക്ഷന് മുന്നേ എത്തിക്കോട്ടെ, ഇപ്പോഴാണല്ലോ സൗകര്യം ഉണ്ടായത്. ഏതായാലും അരമണിക്കൂറിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യത്ത് ആ കർഷകന് കൊടുക്കാൻ വേണ്ടി തോന്നിയത് ഇപ്പോഴാണ്. മനസ്സിലായല്ലോ. അധികാരത്തിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സുന്ദരമായ ഒട്ടേറെ വാഗ്ദാനങ്ങളുണ്ട്. അതൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല ദിനങ്ങൾ ഞങ്ങൾ വാഗ്ദാനം നൽകുന്നു. അക്ഷയദിൻ
ആയേക എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛേദിനല്ല ബുരേദിനാണ് നൽകിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ കോൺഗ്രസും BJPയും ഉയർത്തുന്ന വലിയ ഒരു ആക്ഷേപമുണ്ട്, വലിയൊരു വിമർശനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട്ടും പയ്യന്നൂരിലും ഒക്കെ മുഴങ്ങിക്കേട്ട വിമർശനം തന്നെയാണ് ഇവിടെയും കേൾക്കുന്നത്. CPMന്റെ അക്രമ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. CPMനെയാണ് ആരോപിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, രാഷ്ട്രീയ അക്രമങ്ങൾ, പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളൊക്കെ നടന്നെങ്കിലും CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്താവും നടക്കുക എന്നൊരു വളരെ ശക്തമായ ആക്ഷേപം അല്ലെങ്കിൽ വിമർശനം ഉയരുന്നു. അതിനെ എങ്ങനെ പ്രതിരോധിക്കും? കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയത്തിനും തുടക്കമിട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. 1948 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി, ഈ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയിട്ടില്ല, മലബാർ മേഖലയിൽ കോൺഗ്രസ് കെട്ടിപ്പടുത്തിട്ടുള്ള മൊയാരത്ത് ശങ്കരൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ നിർദ്ദയം അടിച്ചു കൊന്നതിക്കൊണ്ടാണ് ആ കൊലപാതകത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടക്കം കുറിച്ചത്. ഇന്ന് ഇപ്പം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്, 1987 മാർച്ച് മാസം 23-ാം തീയതി കാസർഗോഡ് ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് CPMന്റെ 5 പ്രവർത്തകരെ വെട്ടിയും തീയിട്ടും കൊന്നിട്ടുള്ള ചരിത്രം കാസർഗോഡിനുണ്ട്. നീങ്ങാൻ ഞാൻ തിരിച്ചെത്താം. ഇനി പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ ശ്രീ കരുവല്ലൂർ മുരളി. തെരഞ്ഞെടുപ്പാണ് ചർച്ച. വരുന്ന തെരഞ്ഞെടുപ്പ് നിർണായകം എന്ന് എല്ലാവരും പറയുന്നു. എന്തുകൊണ്ട് നിർണായകം? എന്തായിരിക്കും അജണ്ട? എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വോട്ടിംഗ്? ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന കക്ഷികളാണ് അധികാരത്തിൽ എത്തുന്നതെങ്കിൽ അതോടെ ഇനി ഒരു തെരഞ്ഞെടുപ്പും ഇല്ലാത്ത കാലം ഉണ്ടായിത്തീരും. അത് രക്ഷപ്പെടും. ജനാധിപത്യത്തിന്റെ ഗളച്ഛേദം അതോടെ നടക്കും. മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായും റദ്ദ് ചെയ്യപ്പെടും. അതുകൊണ്ട് സമ്പൂർണ്ണ ഫാഷിസത്തിലേക്ക് ഇന്ത്യ കുതിക്കാതിരിക്കുക എന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതുകൊണ്ട് വലിയ നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് വരാനിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, എല്ലാ കാലത്തേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്കുള്ള തെരഞ്ഞെടുപ്പാണ്. മദർ ഓഫ് ഓൾ ഇലക്ഷൻസ് എന്നായിരിക്കും. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഇത് പറയുമ്പോഴും ഫാഷിസ്റ്റ് ഭരണമാണ്, അതിന് മാറ്റം ഉണ്ടാവണം എന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു കോൺഗ്രസും ഇടതുപക്ഷവും. പക്ഷെ പകരം എന്ത് എന്നുള്ള ഒരു നിർദ്ദേശം തുറന്നു പറയാൻ ഇരുകൂട്ടർക്കും കഴിയുന്നില്ല. കോൺഗ്രസ് അവകാശപ്പെടുന്നു ഞങ്ങൾ നയിക്കും, എന്നാൽ ഞങ്ങൾ BJP ഇതര സർക്കാരിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന്. CPM ആകട്ടെ പറയുന്നു അത് അപ്പോൾ നോക്കാമെന്ന്. ഇങ്ങനെ ഒരു വ്യക്തതക്കുറവോട് കൂടി നീങ്ങിയാൽ ജനം അംഗീകരിക്കും. ഇതിലൊരു വ്യക്തതക്കുറവിന്റെയും പ്രശ്നമില്ല. ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടായിത്തീരും. അത് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാവണമെന്നില്ല. ഈ കഴിഞ്ഞ കുറച്ചു കാലമായി നടന്ന എല്ലാ ഭരണത്തിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർവ്വനിശ്ചിതമായ മുന്നണികളല്ല തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും മത്സരിച്ചതും പിന്നീട് ജയിച്ചതും. പിന്നീട് ഉണ്ടായിത്തീർന്ന ചില പ്ലാറ്റ്ഫോമുകളാണ്. കാലത്തിന്റെ ഒരു അനിവാര്യത സൃഷ്ടിക്കുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉറപ്പായിട്ട് ഉരുത്തിരിയും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കോൺഗ്രസിന് നിർണായകമായ പങ്കുവഹിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഓരോ ദിവസത്തെ പത്രവും മാധ്യമവും എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് കോൺഗ്രസിൽ നിന്ന് ഒരാൾ കൂടി BJPയിലേക്ക് പോയി എന്നുള്ള വാർത്തയാണ്. ഇപ്പോൾ BJPയുടെ MP-മാരായി ഇരിക്കുന്നതിൽ വലിയൊരു വിഭാഗം പേര് പഴയ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ഇപ്പോഴും അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് SM കൃഷ്ണനെ പോലുള്ള തൊട്ടപ്പുറത്തെ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ പോലും ഇപ്പൊ BJPയിലാണ്. അങ്ങനെ ഒരു പേരോ രണ്ടുപേരോ അല്ല, ഇപ്പോൾ അസംബ്ലികളിലും അതോടൊപ്പം തന്നെ പാർലമെന്റിലും ഇരിക്കുന്ന ഒരുപാട് പേർ. അതുകൊണ്ട് കോൺഗ്രസിന് ചെയ്യുന്ന ഏത് വോട്ടും BJPക്ക് ചെയ്യുന്ന വോട്ടായിട്ട് ഫലത്തിൽ മാറുകയാണ്. കണ്ണൂരിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ കാസർഗോഡാണെങ്കിൽ ഇടത് കോട്ടയെന്ന് അവകാശപ്പെടാൻ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ പോലും. പക്ഷെ കണ്ണൂരിന്റെ കഥ അതല്ല. മാറി മാറി കോൺഗ്രസിനെയും CPMനെയും അതിൽ തന്നെ കൂടുതൽ തവണ കോൺഗ്രസിനെയും അനുഗ്രഹിച്ച ഒരു ചരിത്രം കണ്ണൂരിലുണ്ട്. ഇത്തവണ കണ്ണൂരിന്റെ വിധിയെടുത്ത് എങ്ങനെയായിരിക്കും, എങ്ങോട്ടായിരിക്കും? വളരെ പ്രധാനപ്പെട്ടത്, ഇന്ത്യയിൽ 29 സ്റ്റേറ്റുകളിൽ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഒരു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷ മുനമ്പാണ് കേരളം ഇന്ന്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടം 1957 ഏപ്രിൽ 5 ആദ്യത്തെ ഗവൺമെന്റാണ് ഒരുപക്ഷെ കേരള വികസനത്തിന്റെ അടിത്തറയിട്ടത്. ലോകം മുഴുവൻ ശ്രദ്ധിച്ച സർക്കാർ. ആ സർക്കാരിന് ശേഷം വികസന പ്രവർത്തനങ്ങളുടെ വേഗത കൊണ്ട് ഈ കേരളത്തിൽ സൃഷ്ടിച്ച ഏറ്റവും വലിയ ചരിത്രം യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെതാണ്. അടിസ്ഥാന ജീവിത മണ്ഡലങ്ങളിൽ മുഴുവൻ അതുണ്ടാക്കിയിട്ടുള്ള
ഏറ്റവും വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗണ്യമായി സ്വാധീനിക്കും. ഇന്ത്യ ഒട്ടാകെയുള്ള ജനത ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇപ്പൊ കേരളത്തെയും കേരളത്തിലെ ഗവൺമെന്റിനെയാണ്. ഫാഷിസത്തിനെതിരായ ഒരു യുദ്ധമുന്നണിയെ നയിക്കാൻ പോകുന്ന നേതൃത്വം യഥാർത്ഥത്തിൽ കേരളത്തിനാണ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇന്ത്യ ഗവൺമെന്റിനെ പറ്റിയാണ്. ഇപ്പം ഭരിക്കുന്ന BJP സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 5 വർഷം തികയാൻ പോകുന്നു. ഈ ഗവൺമെന്റ് വന്നിട്ട് ഇന്ത്യയുടെ അതിർത്തി കാൽക്കുന്ന പട്ടാളക്കാർക്ക് പോലും രക്ഷയില്ലാത്ത ഒരു ഗതികേടിലേക്ക് ആ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഭീകരവാദവും തീവ്രവാദവും ഇപ്പോഴാണ് ഉടലെടുത്തത്. എന്തുകൊണ്ടത് ഉടലെടുത്തു? അന്ന് ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിലാണ് ഇന്ന് ഈ ഭീകരവാദം ഉടലെടുത്തിരിക്കുന്നത്. ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ നമ്മുടെ നരസിംഹറാവു പൂജാമുറിയിലിരുന്ന് ഉറങ്ങിയാൽ പോരാ. ഇന്ത്യൻ പട്ടാളം അന്ന് ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു പട്ടാളക്കാരെ ഏതെങ്കിലും ഒരു കമ്പനിയോ ഒരു ബറ്റാലിയനോ വരാൻ പറഞ്ഞിരുന്നെങ്കിൽ ബാബരി മസ്ജിദിന്റെ ഒരു കല്ല് പോലും താഴെ വീഴില്ലായിരുന്നു. അപ്പം മൗന സമ്മതം കൊടുത്തത് കോൺഗ്രസ് ആണ്. അതിന്റെ പേരിലാണ് ഇന്ത്യയുടെ മതേതരത്വം ഇന്ന് തകർന്നിരിക്കുന്നത്. അതിന് പൂർണ്ണ ഉത്തരവാദി കോൺഗ്രസും BJP ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർ ഭരണത്തിൽ വരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ശക്തമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഇവിടെ ഉയരുന്നത്. കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യാനാവില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാളെ BJP ആകുമോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നു. നമ്മോടൊപ്പം ചേരുന്ന ശ്രീ സുരേഷ് ബാബു. കേരളത്തിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും പോയ ഒരു MP കാണിച്ചു തരാൻ പറ്റുമോ? BJPയിലേക്ക് ചേക്കേറി ഏതെങ്കിലും MLA കാണിച്ചു തരാൻ പറ്റുമോ? കേരളം ബംഗാളല്ല, കേരളം കർണാടകമല്ല, കേരളം ഒറീസയുമല്ല, കേരളമാണ്. കേരളത്തിൽ ചങ്കുറപ്പുള്ള, കേരളത്തിൽ നേതൃപാഠവുമുള്ള MP-മാരും MLA-മാരെയുമാണ് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ഇതുവരെ മത്സരിപ്പിച്ചത്, ജനങ്ങൾ അംഗീകരിച്ചത്. അവരെല്ലാം ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്, ജീവിച്ചവരാണ്, ജീവിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. കണ്ണൂരാണ് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന മണ്ഡലമാണ്. തുടർച്ചയായി എത്രയോ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ച മണ്ഡലം. കഴിഞ്ഞ 10 തെരഞ്ഞെടുപ്പിൽ 7 തവണ കോൺഗ്രസിനെ സഹായിച്ച മണ്ഡലം. ഇതങ്ങനെ കൈവിട്ടു പോയത് ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് കൈവിട്ടു പോയതാണ്. ഞാൻ തിരിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഉറക്കെ ഉച്ചത്തിൽ ഞാൻ പറയുന്നു, ഇക്കുറി കണ്ണൂർ കോൺഗ്രസിന്റെ UDF-ന്റെ കൈകളിലേക്ക് വരും, അത് വരുത്തും. അതിനുവേണ്ടിയുള്ള അതിശക്തമായ നേതൃപരമായ പങ്കാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ വരെ വഹിക്കുന്നത്. ഒന്നുകൂടി ഉറക്കെ ഉച്ചത്തിൽ ചോദിക്കുന്നു, അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ കോൺഗ്രസിന് അവകാശമില്ല. ഇത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. ഒട്ടേറെ അത് ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്ത് വെച്ച് ഒരു 70 വയസ്സെത്തിയ ഒരാൾ മരിച്ചപ്പോൾ പറഞ്ഞു അത് കോൺഗ്രസ്സുകാരൻ ചെയ്തതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രതിയായ ആളുകൾ വരെ പറയുന്നു അത് കോൺഗ്രസ്സുകാരനെ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പ്രതിയുടെ വീട്ടിൽ നിന്ന് ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നു. എവിടെ പോയി ഒളിച്ചിരിക്കുന്നു ഇവർ? ആരെങ്കിലും ചത്തത് കീചകരെങ്കിലും കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ CPM പ്രവർത്തകന്മാർ മരിച്ചാൽ അതിന്റെ മുഴുവൻ പഴിയും കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് പറഞ്ഞ് അവരിലേക്ക് ആക്ഷേപിക്കുന്ന, അവരിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ കാപട്യം തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധതയുള്ള ജനം തയ്യാറാകും. തിരിച്ചെത്താം ഉറക്കെ ഉച്ചത്തിൽ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനോ? അല്ല, ആ ഉപമ തന്നെ യഥാർത്ഥത്തിൽ തെറ്റായിട്ടാണ് ഉപയോഗിച്ചത്. അത് വിശദീകരിക്കാൻ എനിക്ക് ഇപ്പൊ സമയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൽ ആദ്യമായി ഒരു സിറ്റിംഗ് MLA കൊല്ലപ്പെട്ടത് 1969-ലാണ്. അദ്ദേഹത്തിന്റെ പേര് സഖാവ് K. കുഞ്ഞാലി എന്നതാണ്. കൊന്നയാൾ പിന്നീട് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട, അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ പിന്നീട് കേരളത്തിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്. ഇതാണ് ചരിത്രം. കേരളത്തിൽ ആദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാൻ വത്സലൻ കുന്നംകുളത്തെ ചാവക്കാട്, അദ്ദേഹം കൊല്ലപ്പെട്ടവരെ അടക്കം നഷ്ടപ്പെട്ടുള്ള ഒരു പ്രസ്ഥാനം യഥാർത്ഥത്തിൽ CPM ആണ്. അതൊരു മറുപടിയാണ്. ഇതിൽ മിക്കവാറും മഹാഭൂരിപക്ഷവും അടുത്ത കാലത്തായിട്ടാണ് RSS ഈ കൊലയിൽ ഒരു കക്ഷിയായി തീരുന്നത്. ഇതിനു മുമ്പ് ഒന്നുകിൽ കോൺഗ്രസ് നേരിട്ട്, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ. ഒരു മഹായുദ്ധത്തിൽ മരിച്ചു വീഴുന്നത്രയും മനുഷ്യർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചു വീണിട്ടുണ്ട്. തെലങ്കാനയിൽ എത്ര പേരെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. 1950-കൾക്ക് ശേഷമുള്ള കൂട്ടക്കൊലകളാണ്. മനുഷ്യരെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യരെ തന്നെ സ്വാതന്ത്ര്യാനന്തര സർക്കാരുകൾ മാത്രമല്ല കോൺഗ്രസിന്റെ ക്രിമിനലുകൾ. ഞാൻ ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് പറയുന്നത് 1948-ൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ചരിത്രം എഴുതുന്നത് മൊയാരത്തി ശങ്കരനാണ്. ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം മൊയാരത്തിൻ്റെതാണ്. കോൺഗ്രസിന്റെ ചരിത്രം ബാരിസ്റ്റർ AK പിള്ള പിന്നീടാണ് എഴുതുന്നത്. അതിനു മുമ്പ് എഴുതിയ മൊയാരത്തി ശങ്കരൻ എന്ന കണ്ണൂരുകാരനെ ഇളനീര് കൊണ്ടും കുറുവടി കൊണ്ടും അടിച്ച് കൊലപ്പെടുത്തി പിന്നെ പോലീസിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാര് മൊയാരത്ത് ശങ്കരന് നൽകുന്ന ഗുരുദക്ഷിണ, കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയതിന് നൽകുന്ന ഗുരുദക്ഷിണ അദ്ദേഹത്തെ കൊലപ്പെടുത്തിക്കൊണ്ടാണ്.
ഈ ചരിത്രത്തിന്റെ ചോരപ്പാടുകളിൽ ചവിട്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് അങ്ങ് നിന്ന് ഇങ്ങോളമുള്ള ഈ കഥകളിലെല്ലാം ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയായ ചീമേനിയെ കുറിച്ചുള്ള ആദ്യത്തെ റിപ്പോർട്ട് എഴുതാൻ പോയത് ഞാനാണ്. ആ സ്ഥലത്ത് ചെന്നിട്ട് അതിന്റെ ഫീച്ചർ എഴുതിയിരുന്നത് ഞാനാണ്. ആ സ്ഥലം മുഴുവൻ ചോര ഉണങ്ങിക്കിടക്കുകയായിരുന്നു. ആ ദിവസം രാത്രിയിൽ സഖാവ് ഇ കെ നായനാർ അവിടെ ചെല്ലുന്നുണ്ട്. ചോരയിൽ ചവിട്ടി നിന്നിട്ട് ആ മൃതദേഹങ്ങൾ മുഴുവൻ കണ്ട അദ്ദേഹമാണ്. പച്ച ജീവനോടെയാണ് മനുഷ്യനെ ചുട്ടുകൊന്നത്. അങ്ങനെ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്ന സമാധാനത്തിന്റെ ദൂതന്മാരോ മാലാകമാരോ ഒന്നും അല്ല. കോൺഗ്രസ്സുകാരെ എല്ലാ കാലത്തും കൊലയുടെ വക്താക്കളാണ്. അവരുടെ ഖദർ നിറച്ചും ചോര പുരണ്ടിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി, ഇത് സമ്മതിച്ചു. നിങ്ങളുടെ വാദം എന്ന് പറയുന്നത് കൂടുതൽ കൊല ചെയ്യപ്പെട്ടത് CPM-കാരാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്, കൂടുതൽ കൊല ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ഇന്ന് ഈ കാലത്ത് ഈ സമൂഹത്തിന് മുന്നിൽ എന്തിന്റെ പേരിലാണെങ്കിലും അക്രമ രാഷ്ട്രീയത്തെയും കൊലപാതക രാഷ്ട്രീയത്തെയും ന്യായീകരിക്കാൻ കഴിയും. പൂർണ്ണമായും ഒഴിവാക്കണം. അക്രമ രാഷ്ട്രീയമല്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. മനുഷ്യനെ കൊല്ലുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും അതൊരു തോൽവിയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഇല്ലാതാകാൻ എല്ലാ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു നിൽക്കണം. കൃത്യമായ സന്ദേശമാണ് വീഴുന്നത്. അക്രമ രാഷ്ട്രീയം ഒരു തരത്തിലും ന്യായീകരിക്കാനാവുന്നില്ല. ഞാൻ തിരിച്ചത് രാജീവ്, നിങ്ങൾ ഈ തൂവെള്ള കുപ്പായമിട്ട് വരുന്ന നിങ്ങൾ സമാധാനത്തിന്റെ ദൂതന്മാരോ മാലാകമാരോ അല്ല. നിങ്ങളും ഇഷ്ടം പോലെ കൊലപാതകം നടത്തിയിട്ടുണ്ട്. മറുപടി ഇത് ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ മുരളിയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി. അത് തന്നെയാണ് പരാജയം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പരാജയം തന്നെയാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്താകമാനം അനുഭവിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ അവർ മാത്രം അൺബ്രേക്കബിൾ ഗവൺമെന്റായി ഭരിച്ച സംസ്ഥാനങ്ങളുണ്ട്. പശ്ചിമ ബംഗാളിൽ 33 വർഷം, 25 വർഷം ത്രിപുര, ഇപ്പൊ ഏറ്റവും ഒടുവിലായി കൊച്ചു സംസ്ഥാനമായി കേരളത്തിൽ നിൽക്കുന്നു. ഇവിടെ നടക്കുന്ന കൊലപാതക അക്രമ രാഷ്ട്രീയം, ഈ കൊലപാതക അക്രമ രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അല്ല ഇവിടെ ആ അവസ്ഥ വരുമെന്നാണ് ഈ പറയുന്നത്. തീർച്ചയായും ഒരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബംഗാളിലും ത്രിപുരയിലും ഏറ്റ അതേ അവസ്ഥ കേരളത്തിൽ വരുമെന്നത് ഒരു തർക്കവും വേണ്ട. കൂടുതൽ ശബ്ദങ്ങൾ കേൾക്കാം. സുരേഷ് ബാബു പറയണം. അല്ല, എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് കൊണ്ട് മാലാഖയുടെ വേഷം കെട്ടുക CPM. ഇപ്പൊ അവർക്ക് അക്രമം വേണ്ട, കൊലപാതകങ്ങൾ വേണ്ട. ഞങ്ങൾ നടപടിയെടുത്തിരിക്കുന്നു. ആർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്? പീതാംബരൻ ആരാണ്? ഇപ്പോഴും പീതാംബരനെ കാണാനാണ് അവിടെ ആളുകൾ പോയത്. പീതാംബരൻ ഒരു ഭാഗത്ത് തള്ളിപ്പറയുക, പീതാംബരൻ ഒരു ഭാഗത്ത് ഇകഴ്ത്തുക, മറ്റൊരു ഭാഗത്ത് പുകഴ്ത്താനും സംരക്ഷണം നൽകാനും പൈസ നൽകാനും പഴയ MLA ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാർ പോവുക. എന്തൊരു വേഷമാണ്! മാലാഖയുടെ വേഷമാണ് CPM-ന്. പഴയ കാലത്തെ മുയ്യാരത്ത് ശങ്കരന്റെ ഒക്കെ കഥ പറഞ്ഞ് പുതിയ ആളുകളെ പറ്റിക്കാമെന്നാണോ ഇവർ ധരിക്കുന്നത്? ശരി, ഞാൻ തിരിച്ചെത്താം. പെട്ടെന്ന് പറയണം. വർഗീയ ശക്തിയിലൂടെ വമ്പിച്ച തോതിലുള്ള കടന്നുകയറ്റത്തിൽ 1-2 സംസ്ഥാനങ്ങൾ നമ്മൾ ഇടതുപക്ഷം വേണ്ടി തോറ്റിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അത് ശരിയാണ്. പക്ഷെ കോൺഗ്രസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞില്ല. ഇന്ത്യയിൽ ആകമാനം 540 സീറ്റിൽ 400 ചില്ലറ സീറ്റോട് 5-4 ഭൂരിപക്ഷത്തിന് ഭരിച്ച കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഒറ്റയ്ക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പ് മത്സരിച്ചാൽ UP, ബീഹാർ എല്ലാം 10-200 സ്ഥലത്ത് കെട്ടിവെച്ച പൈസ ഉണ്ടാവില്ല. ഗതികെട്ടിട്ട് 40 സീറ്റായി മാറിയ ഒരവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. അത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ല. ഇപ്പോഴേ ഈ അവസ്ഥ കേരളത്തിൽ 3 സംസ്ഥാനം ജയിച്ചിട്ടൊക്കെ രാഹുൽ ഗാന്ധി 1-2 കൊലപാതകമോ കൂടി ഇല്ലെങ്കിൽ കോൺഗ്രസ് ഗതികെട്ടേനെ. ഈ കൊലപാതകത്തിനെ സംബന്ധിച്ച് പറയാൻ മാത്രമേ അവർ കഴിയൂ. വേറെ ഒന്നുമില്ല. രാജ്യത്ത് മാലാക ചമയൊന്നും വേണ്ട. ഒറ്റ ചോദ്യം. 2019 ഒരു മിനിറ്റ് പറയാം. ഞാൻ പറയാം. മൈക്കുമായിട്ട് അവിടെ വരാം. ഉറക്കെ ഉച്ചത്തിൽ പറയാം. ഒറ്റ ചോദ്യം. എന്തിന് ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യണം ഈ തെരഞ്ഞെടുപ്പിൽ? ഞാൻ വരാം. ഒറ്റ ചോദ്യം. കണ്ണൂരിൽ ഈ 2.5 വർഷക്കാലം കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, ആ മന്ത്രിസഭ ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം മതി. രഞ്ജിത്ത്, അത് മാത്രം മതി. ഈയിടെയുള്ള പാവപ്പെട്ടവരും ഈ കർഷകർ തൊഴിലാളികളും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വോട്ട് ചെയ്യാൻ വേണ്ടി. എന്താ മുന്നേ പേര്? എന്റെ പേര് മുന്നേ എന്തോ പറയാൻ ഇങ്ങനെ കാത്തുനിൽക്കായിരുന്നു. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഞാൻ പറയുന്നത് കോൺഗ്രസ് അവര് പറയുന്നത് ഞങ്ങൾ അക്രമം ചെയ്യുന്നില്ല, മാർക്സിസ്റ്റ് പറഞ്ഞു നമ്മൾ അക്രമം ചെയ്യുന്നില്ല. ഞാൻ ജനങ്ങളോട് പറയുന്നത് എല്ലാവരും നോട്ട് ഔട്ട് ചെയ്യുക. നോട്ട് ഔട്ട് പൊങ്ങി വരണം, എന്നാലും ഇവർ പഠിക്കുള്ളൂ ആരായാലും. ശക്തമായ രാഷ്ട്രീയ ചർച്ചയ്ക്കിടയിൽ ഇതാ ഒരു ചെറുപ്പക്കാരന്റെ ആഹ്വാനം, ആർക്കും വോട്ട് ചെയ്യണ്ട എന്ന് നമുക്ക് തിരിച്ചെത്താം. പറഞ്ഞു എന്തിന് ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യണം? ഒറ്റ ചോദ്യം. ഇടതു മുന്നണി ചെയ്ത വികസന കാര്യങ്ങൾ മാത്രം മതിയല്ലോ വോട്ട് ചെയ്യാൻ, മറ്റു കാര്യങ്ങൾ വേണ്ടല്ലോ. ഇവരിപ്പോ ഇവിടെ പറഞ്ഞില്ലേ കൊലപാതക രാഷ്ട്രീയം CPM ആണെന്ന്.
ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ അല്ല, കണ്ണൂരിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ണൂരിന്റെ തെരഞ്ഞെടുപ്പാണ്. കണ്ണൂരിൽ 5 വികസനം. കണ്ണൂരിലെ എത്രയോ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കൂ, ശ്രീമതി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അവിടെ ചെന്ന് നോക്കിയാൽ കാണാം. എത്രയോ പാർക്കുകളുടെ പരിപാടിയുണ്ട്. വിമാനത്താവളം ഉമ്മൻചാണ്ടി ചെയ്ത മാതിരി ഷോ കാണിച്ചിട്ട് പോയില്ല. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചത് പിണറായി ഉദ്ഘാടനം ചെയ്തെന്നാണ് ആക്ഷേപം. ഉമ്മൻചാണ്ടി തുടങ്ങി കുട്ടികൾ കളിക്കുന്ന പ്ലെയിനാ വാടക കുറച്ച് ക്രെഡിറ്റ് അവർക്കും കൊടുത്തൂടെ? കോൺഗ്രസിന്റെ ഒരു പ്രതിയും ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിൽ കിടക്കുന്നില്ല. 25 വർഷത്തിന് ശേഷം അവർ ഇന്നും സെൻട്രൽ ജയിലിൽ കിടക്കുന്നത് CPM-ന്റെ നേതാക്കന്മാരും സെക്രട്ടറിമാരുമാണ്. CPM കൊലപാതകളെ സംരക്ഷിക്കില്ല എന്ന് പറയുന്നതിൽ നമുക്ക് തെളിവുണ്ട്. ഞാൻ സബ് ജയിലിൽ കണ്ടത് ഇപ്പോഴും ഏത് സർക്കാർ ഭരിച്ചാലും സെൻട്രൽ ജയിലിൽ സബ് ജയിൽ പോലുള്ള സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് ഗുണ്ടകളാണ് CPM-ന്റെ. അതായത് കോടിയേരി മൊബൈൽ അനുവദിയമല്ല ജയിലിൽ അന്ന് മൊബൈൽ പിടിച്ച് ഒരു തടവുകാരൻ്റെ അടുത്ത് അന്നേരം മൊബൈൽ എടുത്തിട്ട് സൂപ്രണ്ടിനെ നേട്ടിട്ട് എടോ താൻ വിളിക്കുന്ന കോടിയേരിക്ക് അല്ല ഞാൻ വിളിക്കണമെന്ന് CPM ഗുണ്ട അവരെ സംരക്ഷിക്കില്ല എന്ന് എങ്ങനെ നിങ്ങൾ പറഞ്ഞേക്കല്? അത് തെളിവുണ്ട്. ആവേശപൂർവ്വം എന്താ പേരെന്താ? റഫീഖ് പറഞ്ഞു. ഈ വർഗീയതക്കെതിരെ പറയാൻ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ അവകാശമില്ല. ഇപ്പൊ പിന്നെ ഇടതുമുന്നണിയുടെ MLA ആയിരുന്ന കണ്ണന്താനം ഇപ്പൊ കേന്ദ്രമന്ത്രിയാണ്. കോൺഗ്രസ്സുകാരും കുറേ പേര് BJP ആയിരുന്നു. അതുകൊണ്ട് വലതുവശത്തിനും ഇടതുവശത്തിനും വർഗീയതക്കെതിരെ പറയാൻ ഒരു ഉളുപ്പില്ലാത്ത വർഗങ്ങളാണ്. അത് രണ്ടുപേരും വർഗീയതയുടെ ആശാന്മാരാണ്. ഒറ്റ ചോദ്യം, എന്തിന് ഈ കണ്ണൂരിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് എന്തിനു വോട്ട് ചെയ്യണം ജനങ്ങൾ? രണ്ട് കാര്യമുണ്ട്. ഒന്നല്ല, ഒറ്റ കാര്യമല്ല, രണ്ട് കാര്യം. ഒന്ന്, നരേന്ദ്രമോദി ഈ ഇന്ത്യ രാജ്യത്ത് മഹത്തായ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ഭരണഘടനാ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി നമുക്കറിയാം, ഒരു യുദ്ധത്തിൽ എത്ര ആൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പോലും വ്യക്തമായി 5 ദിവസം കഴിഞ്ഞിട്ട് പറയാൻ കഴിയാത്ത ഒരു ഭരണാധികാരി. അതുപോലെ വർഗീയത നമുക്കറിയാം, ഭക്ഷണത്തിന്റെ പേരിൽ, അടുക്കളയുടെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ വരെ വർഗീയത ഉണ്ടാക്കി വിഭാഗീയമായി ഇന്ത്യയെ വിഭജിക്കുന്നതിൽ അതിൽ രോഷം കൊണ്ട് കേരള ജനത. അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വികസനം എന്ന് പറഞ്ഞ് ആകെ പറയാൻ കഴിയുന്നത് വിമാനത്താവളവും റെയിൽവേ. ഇതൊന്നും ഇവിടെ പിണറായി വിജയനില്ലെങ്കിലും ഈ നാട്ടിലെ വികസനമെല്ലാം ഇങ്ങനെ തന്നെ നടക്കുന്നതാണ് എന്ന കാര്യം തർക്കമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ പരാജയപ്പെട്ട പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും. എന്തിനു വോട്ട് ചെയ്യണം കോൺഗ്രസിന്? കോൺഗ്രസ് ഈ നാട്ടിലെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുവാൻ, ഈ നാടിന്റെ വികസനം സംരക്ഷിക്കുവാൻ, ഈ നാട്ടിലെ ജനങ്ങളെ ഒറ്റക്കെണ്ണായി കാണുവാൻ 55 വർഷം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കുമെന്ന് 4.25 വർഷക്കാലം ഭരിച്ച നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരണത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യമായി. കോൺഗ്രസ് അല്ലാതെ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനം അതിന് ബദലായില്ല ഇവിടെ. ശരി, കണ്ണൂരിന്റെ ശബ്ദം വളരെ വ്യക്തമാണ്. കേന്ദ്രത്തിൽ ഭരണമാറ്റം വേണം എന്ന് ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും CPM-ഉം കോൺഗ്രസും എല്ലാ ഘടകകക്ഷികളും ഒറ്റശ്വാസത്തിൽ ഒരേ സ്വരത്തിൽ പറയുന്നു. പക്ഷേ ആർക്ക് വോട്ട് ചെയ്യണം, പകരം എന്തിന് ഓരോ മുന്നണിക്കും വോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായും സ്വാഭാവികമായും രണ്ടഭിപ്രായമുണ്ട്. കണ്ണൂർ എന്ന് കേട്ടാൽ പേടിക്കുന്നവർക്ക് വേണ്ടി ഇതാ ഒരു സന്ദേശം. അക്രമ രാഷ്ട്രീയത്തെ ഇരുകൂട്ടരും തള്ളിപ്പറയുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞ ഈ വാക്ക് ഇവർ പാലിക്കുമോ എന്ന്. ഉറക്കെ ഉച്ചത്തിൽ അവസാനിക്കുന്നില്ല. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി മടങ്ങിയെത്താം. നമസ്കാരം.